കേരള സർവകലാശാലയിൽ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ രജിസ്ട്രാർക്ക് മുമ്പിൽ ഹിയറിംഗിന് ഹാജരായ അധ്യാപകൻ. സംഭവം വിവാദമായതിന് പിന്നാലെ സർവകലാശാല നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകൻ പ്രമോദ് ഹിയറിംഗിനെത്തിയത്. വരുന്ന 7-ാം തീയതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു. 5 കോളേജുകളിലെ 71 വിദ്യാർത്ഥികളുടെ MBA ഫിനാൻസ് പേപ്പറിന്റെ ഉത്തരക്കടലാസുകൾ കഴിഞ്ഞ ഡിസംബർ 23-നാണ് മൂല്യനിർണ്ണയത്തിനായി പ്രമോദ് കൈപ്പറ്റിയത്. ജനുവരി 14-ന് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഉത്തര പേപ്പർ ബൈക്കിൽ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു. ആദ്യം പോലീസിനെയും തൊട്ടടുത്ത ദിവസം സർവകലാശാല അധികൃതരെയും വിഷയം അറിയിച്ചതായാണ് അധ്യാപകന്റെ വിശദീകരണം. അതായത് ജനുവരി 13-ാം തീയതിയാണ് ഞാൻ അതിന്റെ സ്കീമെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ വാല്യുവേഷൻ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഈ വരുന്ന സമയത്തിനുള്ളിലാണല്ലോ ഈ പേപ്പർ ലോസ്റ്റ് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ നമ്മൾ അറിയിച്ചു, അതിനുശേഷം യൂണിവേഴ്സിറ്റിയിലും അറിയിച്ചു, അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഉത്തര പേപ്പറുകൾ നഷ്ടപ്പെട്ട വിവരം സർവകലാശാലയെ അറിയിക്കാൻ വൈകിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രജിസ്ട്രാർക്ക് മുമ്പാകെ അധ്യാപകൻ വിശദീകരിച്ചു. പ്രമോദിന്റെ ഭാഗം വിശദമായി കേട്ടതായും വരുന്ന 7-ാം തീയതി സമഗ്രമായ റിപ്പോർട്ടോ വൈസ് ചാൻസലർക്ക് കൈമാറുമെന്നും കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ പറഞ്ഞു. ഹിയറിംഗിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ അധ്യാപകന്റെ വാദം ഭാഗം കേട്ടിട്ടുണ്ട് ഞങ്ങൾ. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ അത് ആലോചിച്ച് തീരുമാനിക്കും. അതിപ്പം വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതിനുള്ള നടപടികൾ എടുക്കും. ഈ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. അതേസമയം പരീക്ഷ നടത്താനുള്ള സർവകലാശാലയുടെ തീരുമാനം പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ജനം, തിരുവനന്തപുരം.